സദ്യവട്ടത്തിലേക്ക് സ്വാഗതം. ആഘോഷങ്ങൾക്ക് എപ്പോഴും ആളുകൾ ഒത്തുകൂടും, ദൂരസ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും. അതൊരു സന്തോഷത്തിൻ്റെ കൂട്ടായ്മയാണ്. ആ സന്തോഷത്തോടൊപ്പം ഞങ്ങളും ചേരുന്നു സദ്യവട്ടത്തിലൂടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന സ്പെഷ്യൽ വിഭവം എന്താണ്? നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ പായസമാണ്, വഴുതനങ്ങ കൊണ്ടുള്ളൊരു പായസമാണ്. നമ്മളൊരു വെജിറ്റേറിയൻ കൂടുതൽ സാധനങ്ങൾ വെജിറ്റേറിയൻ്റെ അകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പായസത്തിൽ നമ്മൾ എല്ലാ കഴിഞ്ഞ ദിവസം നമ്മൾ വെറൈറ്റി കൊടുത്തിരുന്നു. ഇനി ചെയ്യാൻ പോകുന്നത് അങ്ങനെ. അപ്പോൾ നമ്പൂതിരിയുടെ ഒരു പരീക്ഷണമല്ല ഇത്, പരീക്ഷണമൊക്കെ കഴിഞ്ഞാൽ ചെയ്തു നോക്കാം. ഓക്കെ, തുടങ്ങാം. അപ്പോൾ വഴുതനങ്ങ പായസം. നന്നായിട്ട് മൂക്കാനുള്ളൊരു അതെ, ഇതിനൊരു ഇത് കുറെ സമയം എടുക്കും. നമ്മൾ ശരിക്കും ഇത് ആദ്യം കുറച്ചല്ല നല്ലോണം നല്ല നെയ്യ് വേണം. നെയ്യാണ് ഇത്രയധികം പച്ചക്കറി അതിനകത്ത് കിടന്ന് ആവാൻ വേണ്ടിട്ടല്ലേ. ഒരു ബൗൾ നിറയെ വഴുതനങ്ങ. ഇപ്പൊ എത്ര ഉണ്ടാവും? 1 കിലോ വഴുതനങ്ങ ഇട്ടിട്ടുണ്ട്. അത്രയും ഇതാവാൻ വേണ്ടിയിട്ട് നെയ്യ് നല്ലോണം ഒഴിച്ചു കൊടുക്കുക. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വേണോ അല്ലേ ഇതൊന്ന്? നമ്മൾ ആദ്യം ലൈറ്റ് ഫ്ലെയിമിൽ കുറച്ച് ഒരു 3-4 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫ്ലെയിമിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി ഇതിനെ മൂപ്പിച്ചു. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫ്ലെയിമിൽ ഇത് കുറച്ച് നേരം ഒന്ന് വെക്കണം. അതിനുശേഷം നമുക്കതൊന്ന് അടച്ചു വെക്കാം. അതിൻ്റെ സാധാരണ മറ്റ് കറികൾ എന്തെങ്കിലുമാണ് നമുക്ക് കുറച്ച് ഉപ്പിടാമെങ്കിൽ അതിൻ്റെ ജലാംശം വരും. ഇപ്പം അതില്ലല്ലോ, ഡ്രൈ ആയിട്ട് തന്നെ ചെയ്യുന്നത്. സാധാരണ ഈ പായസം സദ്യക്ക് ഇതൊക്കെ ഇത്ര ഷോകൾക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് അവതരിപ്പിക്കാം. കാരണം ഇതിൻ്റെ വോളിയം വളരെ കുറവായിരിക്കും. ഒരു 5 ലിറ്റർ അല്ലെങ്കിൽ 10 ലിറ്ററൊക്കെ എടുക്കുമ്പോൾ തന്നെ നല്ല പണി വരുന്നുണ്ട്. സദ്യക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 150 ലിറ്റർ 200 ലിറ്റർ എടുത്ത് പായസം നമുക്ക് ആവശ്യം വരുന്നതാണ്. അപ്പോൾ അതിനൊന്നും ഇത് പരീക്ഷിക്കാൻ പറ്റില്ല. ഇത് ചെറിയ കുടുംബ സദസ്സുകളിലും നമുക്ക് ഇത്തരം ചില സന്ദർഭങ്ങളിലൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും. മാത്രമല്ല ഈ പായസത്തിൻ്റെ ഇന്നോവേഷൻ എവിടെ വരെ എത്തുന്നു എന്ന് ആൾക്കാർക്കൊന്ന് പരിചയപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇതിന് മുൻപൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു ചവർപ്പോ അല്ലെങ്കിൽ കവർപ്പോ പുളിയോ എരിവോ ഇല്ലാത്ത ഏതൊരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ പല ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇത്. ഒന്ന് നോക്കുന്നത്. ഇതിങ്ങനെ ഒരു ഉദാഹരണം ഞാൻ ആദ്യമായിട്ടോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അടിയിൽ പിടിക്കില്ല. അതിനാണ് നമ്മൾ ഇടയ്ക്ക് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് വാടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് ജലാംശം വന്നു. അപ്പോൾ ലൈറ്റ് ഫ്ലെയിം ആകുമ്പോൾ കുഴപ്പമില്ല നമുക്കത്. അപ്പോൾ ഇതിന് ഡ്യൂറേഷൻ കൂടുതൽ, കണ്ടമാന സമയം നമ്മൾ എടുക്കും. ഇതൊരു സാധാരണഗതിയിൽ ഒരു പായസം വളരെ പെട്ടെന്ന് വേവിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് എടുക്കുമ്പോൾ ഇത് 2-3/4 മണിക്കൂറിനടുത്ത് സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്. അനുഭവത്തിൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പായസമാണ്. പിന്നെ വെജിറ്റബിൾ ആണല്ലോ. നല്ലൊരു ഹെൽത്ത് ആയിട്ടുള്ള ഹെൽത്തി പായസം. അതെ, വഴുതനങ്ങ നല്ലതാണെന്ന് പറയുന്നത്. പല വഴുതനങ്ങ കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ, വെറൈറ്റി വിഭവങ്ങൾ ഒരുപാട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ചുട്ടെടുത്തിട്ട് ഉള്ള സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ അകത്തെടുത്ത് കളഞ്ഞിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വിചാരിച്ചപ്പോൾ നമ്പൂതിരിക്ക് നോക്കിയാണ് ഒരു പായസം കൂടി വെച്ച് നോക്കാം. പരീക്ഷണം കഴിഞ്ഞാണ്, കുഴപ്പമില്ലായിരുന്നു. പരീക്ഷണം കഴിഞ്ഞു, ടേസ്റ്റ് ഉള്ള സംഭവം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇത് ആവുന്ന സമയം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇപ്പം എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ്? അതിൻ്റെ ഈ വഴുതനങ്ങ നമ്മൾ അരിഞ്ഞ് വെച്ച് കൂട്ടാണ്ട് ഇത് നമ്മൾ 1 കിലോ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിന് 600 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളൂ. അത്ര ആവശ്യം. ചിലപ്പോൾ ഈ ചില വഴുതനങ്ങയ്ക്ക് ചക്കലൊരു ഈ കട്ട് സ്വാദ് പോലെ വരാറുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യേണ്ടി വന്നാൽ ആഡ് പഞ്ചസാര ആവശ്യമുണ്ടെന്ന് തോന്നണില്ല. പക്ഷെ അത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നാളെ നുറുക്കി വറുത്തിട്ടുണ്ട്. കുറച്ച് തേൻ വെച്ചിട്ടുണ്ട്. ഏലക്കായും ജീരകപ്പൊടി മാത്രം. ചുക്കുപൊടി ഇതിൻ്റെ അത് ജീരകപ്പൊടി മാത്രം. ചുക്കുപൊടി ഇതിൻ്റെ അത് ചേർക്കുന്നില്ല. പിന്നെ 2ാം പാലും 1ാം പാലും ചേർക്കും. പിന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇതിന് കൂടുതൽ ഇത് ഇതിനകത്തൊരു കൊഴുപ്പ് വേണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കാം.
പക്ഷെ ഞാനൊരു ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ചേർക്കുന്നതിനോട് എതിരുള്ളതുകൊണ്ട് അത് ഒരു ഷോയിലും മിൽക്ക് മെയ്ഡ് പോലുള്ള അതന്നെ കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ആണല്ലോ. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് പാലുണ്ടല്ലോ, ഒറിജിനൽ പാലുണ്ട്, അല്ല പശുപാൽ നമ്മൾ വറ്റിച്ചെടുക്കും. അങ്ങനെ കഴിയും. നന്നായിട്ട് ബ്രൗൺ ആവുന്നുണ്ട്. ഇല്ല, അത് അതിൻ്റെ അടിയിലിരുന്നാണ് ഇനി ഇത് ഇളക്കി തിറങ്ങണം. ചെറിയ ഫ്ലെയിമിലാണോ ഇപ്പോൾ? അതെ അതെ, ലൈറ്റ് ഫ്ലെയിമിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് വേറെ ഫ്ലെയിമിലായിട്ട് നന്നായിട്ട് അടിയിൽ പിടിക്കുന്ന പോലെ ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. അത് കഴിഞ്ഞ് ശരിക്കും ഇത് നല്ലോണം ചുവന്ന് കഴിഞ്ഞാൽ, അതായത് നല്ലോണം ഇത് വാടിയിട്ട് ഒരു ലൈറ്റായിട്ട് ബ്രൗൺ കളർ വരും. അതായത് ആ സമയത്ത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം നമ്മൾ ശരിക്കും ക്വാണ്ടിറ്റി കൂട്ടാൻ കുറച്ച് കുറച്ച് അത് അന്നിങ്ങനെ വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒഴിച്ച് വേവിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് ശർക്കര ഉരുക്കിയതിന് ശേഷം ആ അടിച്ച വഴുതനങ്ങ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ വീണ്ടും നമ്മൾ വഴറ്റിയിട്ട് പാലൊഴിച്ച് ലൂസാക്കിയിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്യണം. കാരണം ഇതിൻ്റെ ഉള്ളിലെ കുരു എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു അരിപ്പയിൽ അത് അരിച്ചു മാറ്റുന്നുണ്ട്. ഇങ്ങനെ മൂത്ത് ആയി വരുന്നുണ്ട്. പറഞ്ഞ പോലെ അതിൽ ഇത്തിരി വെള്ളത്തിൻ്റെ കണ്ടന്റ് ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടുകയാണോ? അല്ലല്ല, കുറയ്ക്കാം. ഇത് വാടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുറയ്ക്കാമല്ലോ. ഈ പായസം നമുക്ക് ചൂടോടെയും കൊടുക്കാം, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കൊടുക്കാം. രണ്ട് രീതിയും കൊടുക്കാം. അപ്പൊ ചൂടോടുകൂടി പായസം കുടിക്കാം. എങ്ങനെ രണ്ടിൽ ഏതായിരിക്കും രുചി? ചൂടോടുകൂടി കുടിക്കുന്നതായിരിക്കും? രണ്ടിനും രണ്ട് സ്വാദാണ്. തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഐസ്ക്രീമിനൊരു തണുത്ത് കഴിയുമ്പോൾ ഒരു സ്വാദ് വ്യത്യാസമുണ്ട്. തണുത്താണല്ലോ ഐസ്ക്രീം, അതിൻ്റെ സ്വാദും ചൂടുള്ള സാധനത്തിൻ്റെ സ്വാദുമായിട്ടുള്ള വ്യത്യാസം ശരിക്കും ഇതിനുണ്ടാവും. വഴുതനങ്ങ അല്ലാണ്ട് വേറെ ഏത് പച്ചക്കറിയാ പരീക്ഷിച്ചിട്ട് ഏതെങ്കിലും വിജയിക്കാണ്ട് വന്ന ഏതെങ്കിലും പായസം ഉണ്ടോ? ഇപ്പൊ ഏതെങ്കിലും ഒരു പച്ചക്കറി എടുത്തത് പായസത്തിലേക്ക് വെക്കാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയന്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ഞാൻ വച്ച് നോക്കിയിട്ടില്ല. ഏതാണ്ടൊരു നമുക്കറിയാലോ ഇതിൻ്റെ ഒരു സ്വാദിനെ കുറിച്ച് ഏതാണ്ട് സാധനം നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ അത് തീരെ പറ്റിയല്ല എന്ന് തോന്നുന്ന സാധനം ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അത്തരം ഘടകങ്ങളും ചെയ്തിട്ടില്ല. കറക്റ്റ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് പായസം വെച്ചിട്ടുള്ളൂ. നമ്മളും അധികം വലിയ പരീക്ഷണത്തിലേക്ക് കടക്കണ്ട. ഏകദേശം നല്ലോണം ആയിട്ടുണ്ട്. വിചാരിച്ച അത്ര സമയമൊന്നും എടുത്തില്ല. അതിനൊരു 5 മിനിറ്റ് എന്തോ ആയിട്ട് അപ്പോഴേക്കും നല്ലോണം വയറ്റി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളുള്ളവർക്ക് പറ്റിയൊരു പായസമാണ്. ശരി. ഇതിൽ അങ്ങനെ ചില മെഡിസിനൽ വാല്യൂ കൂടി വഴുതനങ്ങയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് അടുത്ത് ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയന്റ് ഇനി ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് ഒരു 3 മിനിറ്റ് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അതിന് ശേഷം നമ്മളൊരു മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് അത് അരിക്കല്ല, ശർക്കര ഉരുക്കിയിലേക്ക് അത് അടിച്ചു കൊണ്ടുവന്ന്, കാരണം ഇത് ഓൾറെഡി വെന്തതാണല്ലോ. ഫിൽറ്റർ ചെയ്യുന്ന ലാസ്റ്റ് പാലൊഴിച്ച് ലൂസാക്കിയതിന് ശേഷം മാത്രം. ഒരു നല്ല ബ്രൗൺ ആയി. നമുക്കിത് ഇനി കിടന്നാൽ കുറേശ്ശെ കരിയാനുള്ള സാധ്യത നമുക്ക് വളരെ അധികം നേരം ഇളക്കി കഴിഞ്ഞാൽ കരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാകമായിട്ടുണ്ട് ഏകദേശം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള വെള്ളം കാരണം കറക്റ്റായിട്ട് അത് മിക്സ് ചെയ്ത് കിട്ടാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം പാലൊക്കെ വരുമ്പോൾ തന്നെ ഒരുമാതിരി വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ടാവും പായസത്തിന്. വീണ്ടും അടച്ചു വയ്ക്കുക. അപ്പം ഏകദേശം 3-4 മിനിറ്റ് നമ്മളിങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്ത് ഏകദേശം ആയിട്ടുണ്ട് അല്ലേ? നല്ല വെന്ത് ഇങ്ങനെ കുഴഞ്ഞിട്ടുണ്ട്. നല്ലോണം വെന്തതിൻ്റെ വെള്ളം വറ്റി, നമ്മൾ ഒഴിച്ച വെള്ളം വറ്റി നല്ലോണം ഉണ്ട്. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പ്രൊസീജിയർ നമ്മൾ മിക്സിക്കകത്ത് അടിക്കുക. അപ്പൊ നമുക്കിത് ആയി വരാൻ ഒരു അല്പം നേരം എടുക്കും. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. അപ്പൊ നമ്മൾ ഏകദേശം അതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് പേസ്റ്റ് രൂപത്തിൽ മിക്സിയിൽ അടിച്ചുകൊണ്ട് നമുക്കിത് ഫിൽറ്റർ ചെയ്യേണ്ടി വരും എന്നൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും അത് വളരെ വൃത്തിയായിട്ട് നമുക്ക് വരട്ടാൻ പറ്റുകൊണ്ട് ഒട്ടും ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകത്ത് ഒരു തരി പോലുമില്ല. നമുക്കിനി ശർക്കര ഉരുക്കാം. ശർക്കര ഉരുക്കി അതിലേക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന വഴുതനങ്ങ മാറ്റിയിട്ട് വരട്ടണം. ശരിക്കും. ഓക്കെ, അപ്പം ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അതിന് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക.
മുഴുവൻ ശർക്കര നമ്മൾ ഏകദേശം ഇട്ട് എത്രയായിരുന്നു ഇതിന്? 600 ഗ്രാം. 600 ഗ്രാം ശർക്കര. 1 കിലോ ഞാൻ പറഞ്ഞു, 1 കിലോ എടുത്തിരിക്കുന്നതിന് 600 ഗ്രാം ശർക്കര. 600 ഗ്രാം ശർക്കര. ഈ പച്ച വഴുതനങ്ങയാണല്ലോ ഇപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മറ്റു തരം വഴുതനങ്ങ പായസത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? എങ്ങനെയാണ്? മറ്റു തരം വഴുതനങ്ങ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ അതിൻ്റെ കളറ് വരുമ്പോൾ ഒരു അല്ല, അതിലും ശർക്കരയൊക്കെ തന്നെ ശർക്കര തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അത് പ്രസന്റേഷൻ ശരിയാവില്ല, അതിന് വയലറ്റ് കളറിലേക്ക് മാറും. വയലറ്റ് കളറിലേക്ക് മാറും. ഇതിപ്പോൾ പ്യുവർലി ശർക്കര സാധാരണ പായസത്തിൻ്റെ പഴപ്രസം വയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ അത്തരം പായസങ്ങൾ കുറച്ചും കൂടി ഡാർക്കിഷ് കളർ ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പച്ച വഴുതനങ്ങ യൂസ് ചെയ്യുന്നത്. കാരണം വയലറ്റ് ഒക്കെ ഇടുമ്പം അതിലൊരു ചെറിയ കളർ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം എല്ലാ പായസം ഉണ്ടാക്കാനായിട്ട് പച്ച വഴുതനങ്ങ തന്നെ യൂസ് ചെയ്യുക. ശരിക്കും ശർക്കര ഉരുകി കഴിഞ്ഞു, നമുക്ക് ഇത് ചേർക്കാം. നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച വഴുതനങ്ങ നമുക്ക് അതിൽ ചേർക്കാം. ശകലം പോലും അതിൽ തരിയില്ല. അതെ അതെ, നല്ല വഴുതനങ്ങയാണെന്നാണ് പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ ലാസ്റ്റ് നമുക്കത് ഫിൽറ്റർ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇത് പൊട്ടും അങ്ങനെ വന്നിട്ടില്ല, നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്, ലേശം ഡാർക്കിഷ് കളർ വരും. കാരണം നല്ല ബ്ലാക്ക് ആയില്ലേ, ഈ അമ്പലത്തിലൊക്കെ കിട്ടുന്ന പോലത്തെ. നമുക്ക് 2ാം പാല് ചേർക്കാം ഇതിൽ. നമ്മളിത് 2ാം പാല് ചേർക്കാൻ പോവാണ്. വഴുതനങ്ങ കഴുകി കഴിഞ്ഞാൽ അത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു കറുത്ത കളറിൽ വെള്ളം, അത് ഈ വഴുതനങ്ങയുടെ കറയുടെയാണ്. ഇവിടെ നമുക്ക് അതിന് സമയമില്ല, കാരണം നമ്മൾ ശരിക്കും വഴുതനങ്ങ ആദ്യം ഒന്ന് കഴുകി വാരിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിതിലേക്ക് വഴറ്റാൻ വേണ്ടി കൊണ്ടുപോയിട്ടാണ്. മറ്റേ വഴുതനങ്ങ അധിക സമയം വെള്ളത്തിൽ കിടക്കാത്തത് കൊണ്ട് നേരിയ രീതിക്ക് കറയുടെ ഒരു കളർ കൂടി വരുന്നത് കൊണ്ടാണ് ഇത്രയും ഡാർക്കാവുന്നത്. പക്ഷെ അത് ടേസ്റ്റിനെ ബാധിക്കില്ല. ബാക്കി പാൽ കൂടി ചേർക്കാം. ബാക്കി പാലും കൂടെ ചേർക്കാം. നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് മുഴുവൻ എടുക്കുന്നില്ല നമ്മൾ. അത് തിളച്ചിട്ട് അപ്പോൾ പാലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ബാക്കി ഒഴിക്കാം. ബാക്കി പാലും കൂടെ ഒഴിക്കാം. പൊടികളൊക്കെ എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? ഇനിയിപ്പം പൊടികൾ തലപ്പാൽ ചേർക്കും, ബാക്കി നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ തേനല്ലേ അത്? ജീരകപ്പൊടിയും ചുക്കുപൊടിയും. അത് ജീരകപ്പൊടി ഏലക്കപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, ചുക്കുപൊടി ഇല്ല ഇതിൽ. ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ, ചുക്കുപൊടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. അത് ആ പാലിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം നമുക്ക്. തേനാണ് അത് തീ കെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. ഓ ശരി, അപ്പം തേൻ തീ കെടുത്തതിന് ശേഷം. അപ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരും അല്ലേ അതിലേക്ക്? തേനിൻ്റെ ഒരു രുചിയും കൂടെ. ലേശം പഞ്ചസാര ഇടാം. കുറച്ച് പഞ്ചസാര, കുറച്ചധികം പഞ്ചസാര ഇപ്പോൾ ഇതിലിട്ട് ആഡ് ചെയ്തു. പാലിൽ ഏലക്കാപ്പൊടി, ജീരകപ്പൊടി ഇട്ടു. ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ വറുത്തിടാനുള്ളത് മാത്രമേ ഉള്ളൂ പ്രൊസീജിയർ. ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വറുക്കാനുള്ള വറുത്തിടാം. അപ്പോൾ നമുക്കിന് വറവിടാം. അപ്പോൾ ഇതുവരെ ഉള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒന്നും കൂടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞോളൂ. നമ്മൾ ആദ്യം ധാരാളം നെയ്യ് ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്കിട്ട് വളരെ ലൈറ്റ് ഫ്ലെയിമിൽ അടച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല ബ്രൗൺ നിറമാകുന്നവരെ ഇളക്കി. നല്ല ബ്രൗൺ നിറമായി കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നു. കുറച്ച് നേരം വേവിക്കാനിട്ടു. പിന്നീട് വെന്തതിന് ശേഷം എടുത്ത് മാറ്റി മിക്സിയിൽ കൊണ്ട് അടിച്ചുകൊണ്ട് വെക്കുന്നു. നമ്മൾ വീണ്ടും ഉരുളി എടുത്ത് വെച്ചിട്ട് ശർക്കര ഉരുക്കി വയ്ക്കുന്നു. ഉരുക്കിയ ശർക്കരയിലേക്ക് അടിച്ചു വെച്ച വഴുതനങ്ങ മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം കുറുകി കഴിഞ്ഞപ്പോൾ 2ാം പാൽ ഒഴിച്ച് കുറുകി കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഫ്ലേവേഴ്സും കൂടി മിക്സ് ചെയ്തിട്ട് 1ാം പാൽ ചേർത്ത് തീ കെടുത്തി വാങ്ങി വെച്ചു. ഇനി നമുക്ക് ഇത്തിരി തേൻ കൂടി ഇതിലൊഴിക്കാം. അപ്പോൾ തേൻ ഒഴിക്കാൻ സമയമായിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാലും വരുമതില്ല, പക്ഷേ വാങ്ങി വെച്ചതിന് ശേഷം ഒഴിച്ചാലും മതിയെന്നാണ്. കാരണം
തേൻ ഒഴിച്ചിട്ട് തിളച്ചാൽ മണ്ണ് ചോദിക്കും എന്ന് പറയുന്നുണ്ട്. ശരിക്കും തേനീച്ചക്കൂട്ടിൽ നിന്ന് എടുക്കുന്ന തേനാണ് എന്ന് വരികിൽ മണ്ണ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നെയ്യ് നന്നായിട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ്. വറവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് നാളികേരം കൂടെ ഇതിനകത്ത് വറുത്തെടുക്കും. അതിൽ നാളികേരം കൂടി ഇടാം, എല്ലാത്തിലും ഇടാം. അപ്പം നാളികേരം നന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പായസത്തിൽ നന്നായിട്ട് കടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ അതിനകത്ത് ഇങ്ങനെ കൊത്തി അരിഞ്ഞുകൊണ്ട് അതെ അതെ മറ്റൊന്നും കടിക്കാൻ. പിന്നെ അണ്ടിപ്പരിപ്പാണുള്ളത്, നമുക്ക് അതിന് ടേസ്റ്റ് അറിയാം. ഇതിനൊരു സ്പെഷ്യൽ നാളികേരം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ലേ നമുക്ക് എല്ലാവർക്കും. നമ്മളെല്ലാ പായസങ്ങളിലും നമ്മൾ ഒരുവിധം ഇടാറുമില്ല, എന്നാലും ഇട്ട പായസങ്ങൾക്കൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് നാളികേരം എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് തരിക. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ബ്രൗൺ കളർ ആവണ്ടേ അല്ലേ? ഒരുവിധം ബ്രൗൺ കളർ ആവണം. ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ വാങ്ങി വെച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ വറക്കണം. അപ്പോൾ നമുക്കിത് ആയി വരാൻ ഒരു അല്പം നേരം എടുക്കും. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് ബ്രൗൺ ആയിട്ട് ഇങ്ങനെ കളർ വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കാം. അണ്ടിപ്പരിപ്പ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു. ഇനി ചേർക്കാൻ നമുക്ക് പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നും ഇല്ല അല്ലേ? വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, ഈ ഒരു വറുത്ത സാധനങ്ങൾ മാത്രം. ചെറിയ തീയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം ടൈം എടുക്കുന്നത്. നമ്മുടെ കണ്ണ് ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് വലിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പെട്ടെന്ന് വറുത്തെടുക്കാം. അത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പായസത്തിലേക്ക്. നല്ല നെയ്യ് കൂടിയ ഒരു പായസമാണിത്. ഇതിൽ നെയ്യ് ഒരു പ്രധാന ഘടകമാണ്. കാരണം നമ്മൾ ആദ്യം വഴറ്റിയപ്പോൾ നെയ്യ് എടുക്കും, നല്ലോണം നെയ്യ് എടുത്തിട്ട് തന്നെയാണ് വഴറ്റിയത്. നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. തീർച്ചയായിട്ടും മിക്സ് ചെയ്യാം. മണം നല്ല മണമുണ്ട്. അപ്പോൾ നോക്കാം. തീർച്ചയായിട്ടും നോക്കാം. എല്ലാം ഒക്കുന്ന രീതിയിൽ എടുത്തു തരുന്നുണ്ട്. ഞാൻ കുടിച്ചാൽ മാത്രം മതി. കിട്ടാവുന്ന രീതിക്ക് എല്ലാം എടുത്തു തരുന്നുണ്ട്. കഴിച്ചു നോക്കാം. നാളെ മുതൽ വഴുതനയ്ക്ക് നല്ല വിലയാവും. സൂപ്പർ. ഇതിൽ വഴുതനങ്ങ കിട്ടുമെന്ന് ആരും പറയില്ല ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ശരിക്കും ഞാൻ കണ്ടതുകൊണ്ട് മനസ്സിലായതാണ്. കാരണം അത്ര പോലും അതിന് ടേസ്റ്റ് വരുന്നില്ല. അതേപോലെ ചക്കപ്രഥമനൊക്കെ കഴിച്ചൊരു ഫീലിംഗ് വളരെ നന്നായിട്ട്. ആ പഞ്ചസാരയൊക്കെ ഇട്ടപ്പോൾ നന്നായിട്ട് അതിൽ കടിക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇതാകുന്ന വഴുതനങ്ങ വഴറ്റി വരുന്നൊരു സമയവും അതേപോലെ ശർക്കര ഉരുകി വരുന്നൊരു സമയം, ഈ രണ്ട് സമയവും ആണ് കുറച്ചധികം എടുക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ടൈം എടുത്തിട്ടാണെങ്കിലും എല്ലാവരും ഇത് ചെയ്യുക. വീണ്ടും പുതിയ വിശേഷങ്ങളും വിഭവങ്ങളുമായി സദ്യവട്ടത്തിൽ വീണ്ടും കാണാം.